രാവിലെ ഇവിടെ അപ്പവും ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തി ഒരു വെറൈറ്റി ചമ്മന്തിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. ചട്ടി വെക്കുക, ഓയിൽ ഒഴിക്കുക, കടുക് ഇടുക, ഉഴുന്നിടുക. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി, തേങ്ങ, കുരുമുളക് മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് 2 അടി എന്നതിന് ശേഷം നമ്മൾ ചട്ടിയിലോട്ട് ഇടുക കേട്ടോ. കറിവേപ്പിലയും നമ്മുടെ ഈ വറ്റൽമുളകും ഇടണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എൻ്റെ ചട്ടിയുടെ ഒരു കാത് പൊട്ടിപ്പോയി ഗൈസ്. അയ്യോ, അതുകൊണ്ട് ഭയങ്കര സങ്കടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടി. എന്നിട്ട് നമ്മൾ ഈ സമയം തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പത്തിനാണ് ഇത് ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് മൂത്ത് വരണം, അതായത് ഭയങ്കരമായിട്ട് മൂക്കാൻ പാടില്ല. ഈ പച്ച ചൊവ അങ്ങ് മാറണം, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസാണ്, ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ് വെക്കുന്നത് കേട്ടോ. ചായക്കും വെച്ചിട്ടുണ്ട്, അപ്പം റെഡിയാവുന്നുണ്ട് കേട്ടോ. ഈ ചമ്മന്തി നിങ്ങൾ ട്രൈ ചെയ്യണേ, കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടമാകും കേട്ടോ. മോനുവിനൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് കൊടുക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്നത്തെയും പോലെ ഇന്ന് ഒത്തിരി പണികളുണ്ട്. ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരുന്നേ. മോനുവിന് അപ്പവും ആ ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരപ്പം അവൻ സുഖമായിട്ട് കഴിച്ചു, ആ ചമ്മന്തി കൂട്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് ആക്കി കേട്ടോ. അപ്പം എനിക്കിനി സാലഡ് റെഡിയാക്കണം. ഈ വെള്ളരിക്ക എന്താണെന്ന് എൻ്റെ കയ്യിൽ നിൽക്കില്ല, കുറേ തവണ തെന്നി പോയി കേട്ടോ. എന്നിട്ട് നമ്മൾ സാലഡിന് ജസ്റ്റ് ഞാനിത് മാത്രമേ, വെള്ളരിക്കയും തൈരും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വേറെ അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സാലഡ്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കണം. ഇതിനിടയ്ക്ക് കുറച്ചും കൂടി തുണികൾ കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം മുക്കി വെച്ചിട്ടുണ്ട്, ഇനി എനിക്കത് കഴുകണം. വീട്ടിലെ ജോലികൾ മിക്കവാറും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും അല്ലേ. അതിൽ മാറ്റം വരുത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളെന്നും ചെയ്യണ കാര്യങ്ങൾ എന്നും ചെയ്യണം എന്നുള്ളതാണ്. ഞാനെന്താ ഒരല്പം കുറച്ച് മുളകിൻ്റെ പകുതി ഇടുന്നുള്ളൂ, കാരണം മോനിന് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും ആ പച്ചമുളകിൻ്റെ അതൊക്കെ കിട്ടും. ഇത് വലിയ എരിയില്ലാത്ത മുളകാണ് കേട്ടോ, മോനിനും കൂടി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ എരി അധികം ആക്കണില്ല. അപ്പോൾ അങ്ങനെ പിന്നെന്താ, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ മിക്കവാറും എല്ലാ ദിവസത്തെ പണികളും ഒരുപോലെ ആയിരിക്കും അല്ലേ. ഫുഡ് ചിലപ്പോൾ മാറ്റം കാണും എന്നുള്ളതല്ലാതെ പണികളെല്ലാം ഒരുപോലെ ആയിരിക്കും. എന്നും നമുക്ക് പാത്രം കഴുകാൻ കാണും, കുക്ക് ചെയ്യാൻ കാണും, ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ കാണും, അങ്ങനെയല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നും ഒരേ ഒരു രീതിയിലുള്ള പാറ്റേണിലുള്ള ജോലി. പിന്നെ ഫ്രൈഡ് റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഞാൻ ഉണ്ടാക്കിയത് പിന്നെ വേറെ ആരും പറയാം. ഇന്ന് ഞാനും മോനുമാണ് കഴിക്കണേ. പിന്നെ ഹസ്ബൻഡിന് കൊടുത്തു വിട്ടു, നന്ദുക്കുട്ടീന് വരുമ്പോഴാണ് കൊടുക്കണേ. അപ്പോൾ നമ്മളെ ഒന്ന് പറയാന്നേ. ഫുഡ് കൊടുത്തിട്ട് അവൻ ചവയ്ക്കുന്നില്ല കേട്ടോ, അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് തടവിയൊക്കെ നോക്കണത് കേട്ടോ. ആൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. അങ്ങനെ അവൻ ഒന്ന് കഴിക്കട്ടെ എന്നില്ലെങ്കിൽ ചവയ്ക്കാത്ത കുറേ നേരം വായിക്കാത്ത ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിത് തോന്നുമല്ലോ, കൊള്ളാമെന്ന് എനിക്ക് തോന്നി കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടെന്ന്. നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഹാപ്പിനെസ് അത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നതിനെ മണ്ടത്തരമാണ്. നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ സൂപ്പറാണെന്ന്. നമ്മൾ തന്നെ നമ്മളോട് പറയാം അടിപൊളിയായിട്ടുണ്ട് ഉണ്ടാക്കിയെന്ന് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയത് എന്ത് ഫൂളിഷ്നെസ്സാണ് പറയണമെന്ന്. എന്തായാലും പിന്നെ തൂപ്പാണ് മെയിൻ ജോലി എന്ന് പറയണത്. എവിടെ നിന്നോ കുറേ പഞ്ഞി ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇന്ന് ആൾ. അങ്ങനെ അവിടെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി രാവിലെ തന്നെ ചായ ഇട്ടിട്ട് പിന്നെ ഞാൻ പാലൊക്കെ തറയിൽ വീണായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം, ഞാൻ നന്ദുക്കുട്ടിയുടെ ഒരു ദിവസം പറഞ്ഞേ, ഫുഡ് കഴിച്ചിട്ട് കൊള്ളാമെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്താ പറയാത്തത്, ഫുഡ് കഴിക്കുക മാത്രമാണ് ചെയ്യണത്, കൊള്ളാമെന്ന് പറഞ്ഞൂടെ എന്ന്. അതുകൊണ്ടൊരു ദിവസം അവന് ഞാൻ ഫുഡ് കൊടുത്തിട്ട് ഞാൻ റൂമിലെങ്ങാണ്ട് തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അവൻ അവിടെ കിടന്ന് അമ്മ എന്ന് കിടന്ന് വിളി കേട്ടോ. അപ്പം ഞാൻ പേടിച്ചു പോയി കേട്ടോ. എന്തിനാന്നും പറഞ്ഞ് ഓടിപ്പോയി. അപ്പം പറയാണ് അടിപൊളി പനീർ കറി അമ്മ. പാവം കൊച്ച്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആർക്കും പറയില്ല കേട്ടോ, കൊള്ളാമെന്ന് പറയാം. ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറയും. എനിക്ക് അതാണ് ചിരി വന്നത് കേട്ടോ, അത് പറയണമെന്ന് വിചാരിച്ചേ. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചു കേട്ടോ ഇവൻ്റെ വിളി കേട്ടിട്ട്. എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ മോനും അവിടെ റൂമിൽ കിടന്ന് ഉറങ്ങി. പിന്നെ
എണീറ്റ് പിന്നെ സെറ്റി വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ആൾ. ഇന്ന് ആൾക്കെന്തോ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞാനൊരു കോഫി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ ഇതെല്ലാം തുടച്ചേട്ടോ. എന്നിട്ട് ഇനി പാത്രം കഴുകാൻ കുറേ ഉണ്ടായിരുന്നേ. ഓരോരു 3-4 തവണ ഞാനിന്ന് കാണും കേട്ടോ. ഈ സ്പീഡ് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡില്ലേ ഇതുപോലെ അങ്ങ് പാത്രങ്ങൾ കഴുകി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയല്ലേ. കാണുമ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഇതുപോലെ എളുപ്പത്തിൽ കഴുകാൻ പറ്റിയെങ്കിലെന്ന്. എത്ര തുടച്ചാലും ഇവിടെയൊക്കെ നല്ല പൊടികളാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതും അവിടെ താഴെയൊക്കെ നല്ല പൊടി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ ഒരു ഹായ് പറഞ്ഞാണ്. ഈ ചെടിക്ക് ഇങ്ങനെ വെള്ളം തളിപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചെടികൾക്ക് അത്രയും സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ ഒന്ന് സംസാരിച്ചെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നല്ലേ ഇന്നത്തെ കുളി അടിപൊളി എന്നൊക്കെ പറയുമല്ലോ. എനിക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതും പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് തെറാപ്പി പോലെയാണ്. അതായത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും, മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനമൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ അലക്കോലായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ദൂരെ നിന്ന് നോക്കും കേട്ടോ. തൂത്തതിന് ശേഷം നോക്കും, തുടച്ച് കഴിയുമ്പം നോക്കും. വട്ടാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരിതുണ്ടെങ്കിൽ പറയണേ. എന്നിട്ട് നമ്മൾ കോഫിയാണ് ഞാനിട്ട്, അല്ലെങ്കിൽ ഞാൻ ചായയാണ് ഇടുന്നത്. കോഫി ഇട്ട് ഇനി എനിക്ക് കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാനുള്ളൊരു സമയമാണ്. ആ കുറച്ച് സമയം എനിക്കുള്ളതാണ് കേട്ടോ, എനിക്ക് മാത്രമുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇരുന്ന് കുറച്ചൊന്ന് ആസ്വദിച്ച് കോഫിയൊക്കെ കുടിച്ച് ഞാൻ ടു ഡു ലിസ്റ്റിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ചെയ്തു നോക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ളതൊക്കെ എഴുതും. എനിക്ക് ദേഷ്യമുള്ളതും സങ്കടമുള്ളതും ഒക്കെ എഴുതും കേട്ടോ. ചില സമയത്ത് എനിക്ക് തന്നെ ചിരി വരും കേട്ടോ, ഇതൊക്കെ എന്താണെന്നും. വലിയ കാര്യമായിട്ട് എഴുതുന്ന ആൾക്കാരും എൻ്റെ ഈ ബുക്കും കണ്ടാൽ അവർ ചിരിക്കും കേട്ടോ. നിങ്ങളും ചിരിക്കുമായിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് ദേഷ്യവും സങ്കടവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ലവ് യു ഓൾ. ബൈ.